ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ കുടുംബത്തിനൊക്കെ വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നൊരു വചനമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുക. നമുക്കറിയാം നമ്മുടെ കുടുംബത്തിന് എപ്പോഴും സംരക്ഷണം ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഏറ്റവും കൂടുതൽ സംരക്ഷണം ആവശ്യമായ മേഖലയാണ് കുടുംബം. അപ്പോൾ അതിലേക്ക് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം വരുന്ന ഈ വചനം നമുക്കിന്ന് പഠിക്കാം. അത് സക്രിയയുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം തിരുവചനം. സക്രിയയുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം തിരുവചനം. വചനപ്രകാരമാണ്: ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ. കുടുംബത്തിലെ വ്യക്തികളല്ല, പക്ഷെ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. പൈശാചിക ബന്ധനങ്ങളായിരിക്കാം, ചില ആസക്തിയുടെ മേഖലകളായിരിക്കാം, പാപത്തിൻ്റെ മേഖലകളായിരിക്കാം. അതൊന്നും പ്രവേശിക്കാതിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണ കോട്ട നിർമ്മിക്കുന്ന പറയാം. അതിനുശേഷം പറയാണ്: ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കിയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേൽ. ഞാൻ എപ്പോഴും അവരുടെ കുടുംബത്തെ നോക്കി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനോഹരമായ ചില. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനമാണ് സക്രിയയുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം തിരുവചനം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമാംവിധം ഓരോ കുടുംബങ്ങളെ താങ്കളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ കൃപയാലും അനുഗ്രഹത്താലോട് നിറയ്ക്കണമേ. സക്രിയയുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം വചനത്തിൻ്റെ ശക്തിയാലും കർത്താവായ ഈശോ ഓരോ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.